കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. എല്ലാവർക്കും പ്രണാമ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം ഉമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. പഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ ശശിദാസ ഗോവിന്ദ മന്ദിർ ഇസ്കാൻ മംഗലാപുരത്തിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരു മന്മഹാധന
മന്യഷ്ടാരകമദ്ഭാഗ്യമദാനന്ദ നമസ്തേ. ഗ്രന്ഥക ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീല പ്രഭുപാദർ കി ജയ്. ഗുരു മഹാദേവ് കി ജയ്. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ഭാവാർത്ഥത്തിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഇതാണ് അടുത്ത് നമ്മൾ വായിക്കേണ്ടിയിരുന്ന ഇതാണ്. അപ്പൊ ഭഗവാൻ അജനാണ്, ഭഗവാന് സച്ചിദാനന്ദമൂർത്തിയാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത് അല്ലെ. ശാശ്വതനാണ്, അത് ജ്ഞാനം, പൂർണ്ണ ജ്ഞാനമുള്ള ആളാണ്, അതേപോലെ തന്നെ ആനന്ദവും പൂർണ്ണമാണ്. അപ്പൊ ഭഗവാന് പാർഷ്യാലിറ്റി ഇല്ല എന്നാണ്, ആരോടും പ്രത്യേകമായിട്ടുള്ള ചായ്വ് ഭഗവാൻ ഇല്ല എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി വിസ്തരിക്കാൻ കഴിയും. അത് ഭഗവത്ഗീത 13:3 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആർക്കറിയാം? 13-മൂന്നാമത്തെ ശ്ലോക ചൊല്ലിക്കൊള്ളൂ, അറിയാവുന്നവര്. ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തില് 3-ാമത്തെ ശ്ലോകം ഓർക്കുന്നാരെങ്കിലും? ഹരേ കൃഷ്ണ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യജ്ഞാനം മതം മമ. ഭഗവാൻ തന്നെ അഭിപ്രായം പറയുന്നു. ഇതാണ് നമ്മുടെ ശരീരം ക്ഷേത്രം അല്ലെ, അതില് ഒരു ക്ഷേത്രജ്ഞൻ ഉണ്ട്. ആരാണ്? ആത്മാവ്. അത് കൂടാതെ വേറൊരു ക്ഷേത്രജ്ഞനുമുണ്ട്, ഞാൻ പരമാത്മാ രൂപത്തിൽ അവിടെ ക്ഷേത്രജ്ഞനായിട്ട് സാക്ഷിയായിട്ട് നിലകൊള്ളുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ 2 ക്ഷേത്രജ്ഞന്മാരുണ്ട്. ഒന്ന് ആത്മാവ്, മറ്റേതാണ് ഭഗവാൻ അല്ലെ. അപ്പൊ അതിനാണ് ഇവിടെ പറയുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഏതാണ്? പരമാത്മാവായി ഞാന് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ട് എന്നാണ്. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്യ സർവക്ഷേത്രേഷു ഭാരത. പരമപുരുഷൻ എല്ലാ വ്യക്തിഗത ആത്മാക്കളുടെയും പരമാത്മാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ന്യൂനതയുള്ള ശാരീരിക സങ്കല്പങ്ങളില്ലെന്ന് സ്വാഭാവികമായി നിർണ്ണയിക്കാം. ഏത് ന്യൂനത? ഭൗതിക ലോകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു ശരീരത്തിനും മനുഷ്യന് അല്ലെ 4 തെറ്റുകൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഉള്ള ന്യൂനതകളൊന്നും ആർക്കുണ്ടാവില്ല? ഭഗവാൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഭഗവാൻ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനല്ല അല്ലെ. അപ്പൊ ഭഗവാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരമാത്മാ രൂപത്തിൽ കുടികൊള്ളുന്ന ആളാണ്. അത് കാരണം എന്ത് വരുന്നില്ല? ശാരീരിക സങ്കല്പങ്ങളില്ല. എല്ലാവരുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ശരീര സങ്കല്പമില്ല. അദ്ദേഹം അത്തരം സങ്കല്പങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ്. അപ്പൊ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാണ് എന്നുള്ള ഒരു ശ്ലോകം നമ്മള് ഭാഗവതത്തില് പഠിച്ചു. അതേതാണെന്ന് ഓർക്കുന്നുണ്ടോ? ശ്ലോക നമ്പർ പറഞ്ഞ എല്ലാവർക്കും നല്ല ഓർമ്മയായിരിക്കും. ശ്ലോക നമ്പർ 1 ഏതാണ്? ഹരേ കൃഷ്ണ. ഭാഗവതത്തില് അതിൽ ചൊല്ലിക്കൊള്ളാം മാതാജി. എനിക്ക് മുഴുവൻ ഓർമ്മ ഉണ്ടാറില്ല. ജന്മാദ്യസ്യയഥാനയാതിതരത ജന്മാദ്യസ്യ യതോ അന്നയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോവാരി സർഗോ മൃഷാം സേന നിരസ്തകുഹകം സത്യം പരന്തീമഹി. ഹരേ കൃഷ്ണ. അപ്പൊ അതിൽ നമ്മള് സ്വരാട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ, 2-ാമത്തെ വരിയില് സ്വരാട് എന്നാണത്. സ്വരാട് എന്ന് പറയുമ്പോ അതെന്താണെന്ന് നമ്മൾ പഠിച്ചത്? സ്വതന്ത്രനാണ് അല്ലെ. ഭഗവാൻ സ്വതന്ത്രനാണ്, എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവാണ്, നിയന്താവാണ്. എങ്കിലും ഭഗവാൻ എന്താണ്? അതിലൊന്നും പെടുന്നില്ല. ഭഗവാൻ എല്ലാത്തിനും മുകളിലാണ്. അദ്ദേഹം ഏതാണ്? സർവ സ്വതന്ത്രനാണ് എന്നാണ് നമ്മളതിൽ പഠിച്ചത്. അപ്പൊ ശ്ലോകം നമ്മളെല്ലാം ബൈഹാർട്ട് ചെയ്തതാണ്. അപ്പൊ എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലത്. കാരണം 1-ാമത്തെ ശ്ലോകം തന്നെയല്ലേ അല്ലെ. അപ്പൊ അത് ഏതിനെ കുറിച്ച്? സംബന്ധത്തെ കുറിച്ച്, ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ജീവസത്തയുടെ സംബന്ധത്തെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ്. അതുകൊണ്ട് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ 3 ശ്ലോകം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഹരേ കൃഷ്ണ. അദ്ദേഹം അത്തരം സങ്കല്പങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ്. അപ്രകാരം ജീവന്റെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട ഏതൊന്നിനാലും
അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് നമുക്കാണ് ശരീരം ഉള്ളത് അല്ലെ, ശരീരബോധം ഉള്ളത്. പക്ഷെ ഭഗവാന് ശരീരബോധമില്ല. കാരണം എന്താണ്? അദ്ദേഹം എല്ലാത്തിനും അതീതനാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നിനാലും അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. അപ്പൊ ഭൗതിക ശരീരത്തിനെ കുറിച്ച് ബോധമുള്ളവർക്കാണ് ത്രിഗുണങ്ങളും അതേപോലെ തന്നെ ത്രിവിധ ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ആരോടെങ്കിലും ശത്രുതയും അല്ലെങ്കിൽ ഇഷ്ടവും ഒക്കെ തോന്നുന്നത് ആ ഭൗതിക ശരീരത്തിനെ കുറിച്ചുള്ള ബോധം വരുമ്പോഴാണ്. ഭഗവത്ഗീത 16:19 കൃഷ്ണൻ പറയുന്നു, താനഹം ദിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അസ്രജം അശുഭാൻ ആസുരീഷേവ യോനിഷു. അപ്പൊ ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിതത്തിലെ സാഗരത്തിലെ അസുരയോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ശരീരബോധത്തിലുള്ള അതേപോലെ തന്നെ ദ്വന്ദ്ങ്ങളിൽ പെടുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈർഷ്യാലുക്കളും ദുർബുദ്ധികളും അല്ലെ. അപ്പൊ അവരുടെ എല്ലാം നെഗറ്റീവ് സ്വഭാവമായിരിക്കും, ആസുര സ്വഭാവമാണ് അവർക്കുള്ളത് അല്ലെ. അവരാണ് മനുഷ്യ അധമന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആസുര സ്വഭാവമുള്ളവര് മനുഷ്യ അധമന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ എവിടെ പെടുന്നുണ്ട്? അസുരയോനികളിൽ തന്നെ അവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഇരിക്കേണ്ടി വരുന്നു. അപ്പൊ 84 ലക്ഷം ജീവജാലങ്ങൾ ഉള്ളതില് 4 ലക്ഷമാണ് എന്തെന്ന് പഠിച്ചിട്ടുള്ളത്? മനുഷ്യജന്മം അല്ലെ. ആ മനുഷ്യജന്മത്തിൽ തന്നെ അസുരന്മാരും ദേവന്മാരും നമ്മൾ മനുഷ്യരും എല്ലാം പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഈർഷ്യാലുക്കളും ദുർബുദ്ധികളും ഒക്കെ അസുരയോനികളിൽ തന്നെ വീണ്ടും ജനിക്കുന്നു. ഭഗവാൻ അസുരന്മാരെ പോലുള്ള വ്യക്തികളെ ശിക്ഷിക്കുമ്പോഴൊക്കെ ബദ്ധാത്മാക്കളുടെ നന്മയെ കരുതിയായിരിക്കും ആ ശിക്ഷകൾ. ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലെ, ഒരു രാജാവ് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് അയാള് എന്താണ് ഈ ജന്മത്തിൽ തന്നെ പാപമോചനം അയാൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അസുരന്മാരെ ശിക്ഷിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നന്മയെ കരുതിയാണ്, അവർക്ക് പാപമോചനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശിശുപാലൻ തുടങ്ങിയവരെല്ലാം അതേപോലെ കൗരവന്മാരെല്ലാം ഒന്നിൽ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് അല്ലെ എല്ലാവരും മരണപ്പെട്ടത് കുരുക്ഷേത്ര യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് മോചനം കിട്ടിയെന്നാണ് പറയുന്നത്. ഭഗവാൻ വധിച്ചില്ല, എന്നാൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടവർക്ക് മരണം വരിക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ അവർക്ക് മോക്ഷം ലഭിക്കുകയുണ്ടായി. കൃഷ്ണനിൽ അസൂയാലുക്കളായ ബദ്ധാത്മാക്കൾ കൃഷ്ണൻ അയോഗ്യനാണ്, കൃഷ്ണൻ ഒരു കള്ളനാണ് എന്നൊക്കെ കൃഷ്ണനിൽ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. പക്ഷെ എല്ലാ ജീവസത്തകളോടും സഹാനുഭൂതിയുള്ള ഭഗവാൻ അതൊന്നും ഗൗനിക്കുകയില്ല. പകരം അദ്ദേഹം ആ ബദ്ധാത്മാവിന്റെ ആരോപണത്തിലെ കൃഷ്ണൻ എന്ന് ആവർത്തിച്ചുള്ള ഉച്ചാരണമാകും എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക അല്ലെ. അതായിരിക്കും പരിഗണിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അത് ഓർക്കുന്നുണ്ട്. ഒന്നെന്താണ്? അജാമിളൻ നാരായണ നാരായണ എന്ന് സ്വന്തം മകനെ വിളിച്ചെങ്കിലും ഭഗവാൻ അതെന്താണ് കരുതിയത്? എങ്ങനെ എടുത്തു? എന്റെ നാമമാണ് വിളിക്കുന്നത് എന്നാണ് കരുതിയത് അല്ലെ. അങ്ങനെയാണ് 4 പാർഷദന്മാര് അല്ലെ. അപ്പൊ 4 അക്ഷരമുണ്ട്. അപ്പൊ 4 പാർഷന്മാര് വിടുകയും ചെയ്തു. അപ്പോ ആരെയാണോ വിളിച്ചത് അതല്ല കണക്കാക്കിയത്, ആ നാമത്തെയാണ് കണക്കാക്കിയത്. എന്നെയാണ് വിളിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു? പാർഷദന്മാരെ വിട്ടു. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും ശിശുപാലൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ അതാണ്, കൃഷ്ണൻ ദുഷ്ടനാണ്, കൃഷ്ണൻ അത് ചെയ്തു ഇത് ചെയ്തു, ദ്രൗപദിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ. നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വേണ്ടാത്ത ഒരുപാട് അനാവശ്യമായിട്ടുള്ള സംസാരമാണ് ചെയ്തതെങ്കിലും ഓരോപ്പോഴും ഏത് നാമം ഉച്ചരിക്കുന്നു? കൃഷ്ണൻ എന്നുള്ള നാമം ഉച്ചരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കംസനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. കംസനും എപ്പം വരും? 8ാമത്തെ മകൻ ദേവകി പുത്രൻ തന്നെ വധിക്കുമെന്ന് അശരീരി കേട്ടപ്പോൾ തന്നെ ആ കൃഷ്ണൻ എപ്പോ വരും എന്നാണ് ചിന്തിക്കുക. അപ്പൊ ആ കൃഷ്ണനെ വധിക്കണം അല്ലെ, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു. എപ്പോഴും ആ ഭയത്തോടെയുള്ള ചിന്തയായിരുന്നു. ഇവിടെയാണെങ്കിൽ വിദ്വേഷത്താലുള്ള ചിന്തയായിരുന്നു ശിശുപാലൻ അല്ല. അപ്പൊ എന്താണെങ്കിലും നാമം എപ്പോഴും ഉച്ചരിക്കുന്നു. അപ്പൊ ഇവിടെ ആചാര്യന്മാരും പ്രഭാതരും ഒക്കെ പറയുന്ന എന്താണ്? ആ നാമം ഒരു നെഗറ്റീവ് ആയിട്ടാണെങ്കിലും നാമം ഉച്ചരിക്കുന്നു. അതേപോലെ സദാ മനസ്സില് വിദ്വേഷത്താലാണെങ്കിലോ ഭയത്താലാണെങ്കിലോ കൃഷ്ണന്
സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഉച്ചരിക്കുക മാത്രമല്ല സ്മരിക്കുകയും ചെയ്യുന്നു. ഏത് സമയം കൃഷ്ണസ്മരണയിലാണ്, നെഗറ്റീവിലാണെങ്കിൽ. പക്ഷെ കൃഷ്ണൻ ആ നെഗറ്റീവ് ആസ്പെക്ട് കൃഷ്ണൻ നോക്കുന്നില്ല. പക്ഷെ എന്നെ സ്മരിക്കുന്നു എന്നുള്ളത് മാത്രമേ കൃഷ്ണൻ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ അസുരന്മാർക്കും അല്ലെ ദുഷ്ടന്മാർക്കും എല്ലാം മോചനം പലപ്പോഴും കൊടുക്കുന്നു. അപ്പൊ കുഞ്ഞുനാൾ മുതൽ ധാരാളം അസുരന്മാരെ വധിക്കുകയുണ്ടായി അല്ലേ. അപ്പൊ അതെല്ലാം അവർക്ക് അവരുടെ മോശത്തിനാണ് കാരണമായത്. അപ്പൊ അവിടെയും എന്താണ്, തന്നെ കുറിച്ചാണ് അവർ ചിന്തിച്ചത്. നമ്മൾ ഇന്നലെ പറഞ്ഞ് ആരെ കുറിച്ച്, പൂതനെ കുറിച്ച്. അപ്പൊ എന്റെ അടുത്ത് എന്നെ കൊല്ലാനായിട്ടാണ് വന്നത് അല്ലെ. മാതാവിന്റെ വേഷത്തിൽ വന്നു, മാതാവിന്റെ പ്രവർത്തി ചെയ്തു. അപ്പൊ അവർക്ക് മോചനം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് കൃഷ്ണൻ, എന്താണ്, കൃഷ്ണന് വ്യത്യാസമില്ല എന്നാണ്. അപ്പൊ ഏതാണ് ദിവസത്തോട് എപ്പോഴും സഹാനുഭൂതി അല്ലെ, കാരുണ്യവാനാണ് അല്ലെ, അങ്ങേറ്റത്തെ കാരുണ്യവാനാണ് ഭഗവാൻ കൃഷ്ണൻ എന്നാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ വേറെയും മനസ്സിലാക്കുന്നുണ്ട്. ആ ഗോപികമാരും അതേപോലെ ഭഗവാൻ കുഞ്ഞായിരുന്നപ്പം ഇതാണ് ഖീർചോരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. അപ്പൊ ഓരോ ഗോപികളുടെ വീട്ടിലും പോയി എന്ത് ചെയ്യുന്നു, കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നു, കുരങ്ങന്മാർക്ക് കൊടുക്കുന്നു, കുറെ കളയുന്നു, വെണ്ണക്കുടം പൊട്ടിക്കുന്നു. അതൊക്കെ കൃഷ്ണന്റെ ബാലകാല ലീലകളായിരുന്നു അല്ലെ. അപ്പൊ ഓരോ ഗോപികയും വന്ന് യശോദാ മാതാവിനോട് പരാതിപ്പെടും. കൃഷ്ണൻ വന്ന് അത് ചെയ്തു, ഇത് ചെയ്തു, എന്റെ കുഞ്ഞിനെ നുള്ളി, അതേപോലെ തന്നെ വീട്ടിനകത്ത് മൂത്രം ഒഴിച്ചു, ഉള്ളതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു, നവനീത ചോരൻ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാം പൊട്ടിച്ചു കളഞ്ഞു, അതേപോലെ കുരങ്ങന്മാർക്കൊക്കെ വാരി കൊടുത്തു, ഇങ്ങനെയൊക്കെ പരാതി പറയും. അപ്പൊ അവിടെ വെച്ച് തന്നെ കൃഷ്ണനെ വഴക്ക് പറയുമ്പോ കൃഷ്ണൻ പറയും, ഓ നിങ്ങളുടെ വെണ്ണ എന്താണ്, കുരങ്ങന്മാർക്ക് പോലും വേണ്ട, അത്ര ക്വാളിറ്റി ഇല്ലാത്ത വെണ്ണയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അധിക്ഷേപിക്കുകയും ചെയ്യായിരുന്നു. അപ്പൊ ഇതെല്ലാം കൃഷ്ണന്റെ ലീലകൾ എല്ലാം വന്ന് ആരോടാണ് പറയുന്നത്, യശോദാ മാതാവിനോട് പറയും. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണ്, കൃഷ്ണൻ ഇനിയും വരണം, ഇനിയും ഇതുപോലുള്ള കുസൃതിത്തരങ്ങളെല്ലാം കാണിക്കണം. അപ്പൊ കൃഷ്ണനോട് അവർക്ക് മനസ്സിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം വാത്സല്യത്താലുള്ള പരാതിയാണ് ഗോപികമാർ പറയുന്നതെന്നാണ്. അപ്പൊ അതും എന്താണ്, യശോദയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. തന്റെ കുഞ്ഞിനെ കുറിച്ച് ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നെങ്കിലും ഗോപികമാർ അത് ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് തന്റെ കുഞ്ഞിനോട് സ്നേഹമാണ് എന്ന് യശോദാ മാതാവിനും അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ താൻ ഉണ്ടാക്കി കൊടുക്കുന്ന വെണ്ണ പോരാഞ്ഞിട്ടാണോ കൊള്ളാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെ ഗോപികമാർ പറയുന്ന രീതി കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്ന, സ്നേഹത്തോടുള്ള വർത്തമാനമാണ്, കംപ്ലൈന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ള. അതേപോലെ വാത്സല്യ രസത്തിലുണ്ടായിരുന്ന ആരാണ്, ഗോപികമാരും വാത്സല്യല്ല മാധുര്യ രസത്തിലുണ്ടായിരുന്ന ഗോപികമാരും എന്താണ്, അവർക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു, സമൂഹ ആചാരത്തിനെ കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നെങ്കിലും അവർ പ്രേമരസത്തില് ഭഗവാന് ആയിട്ട് സന്ധിക്കാനായിട്ട് അല്ലെ, രാസലീലയൊക്കെ ആടാനായിട്ട് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ധിക്കരിച്ച് പോകുമായിരുന്നു. അതേപോലെ തന്നെ രാജകുമാരി ആയിരുന്ന രുക്മിണി അല്ലെ. അപ്പൊ രുക്മിണി എന്ത് ചെയ്ത്, വിവാഹം നിശ്ചയിച്ച രുക്മിണിയാണ് ബ്രാഹ്മണന്റെ പക്കൽ എന്ത് കൊടുത്തു വിടുന്നത്, കത്ത് കൊടുത്തു വിടുന്നത്. എന്നെ എന്ത് ചെയ്യുക, എന്നെ തട്ടിക്കൊണ്ട് പോകാനാണ് അതിൽ എഴുതുന്നത് അല്ലെ. എന്നെ രക്ഷിക്കണം, തട്ടിക്കൊണ്ട് പോയാണെങ്കിലും എന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ്. അപ്പൊ അതൊക്കെ സാമൂഹ്യ ആചാരങ്ങളെയൊക്കെ തെറ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പൊ മാധുര്യ ഭാവത്തിൽ അങ്ങനെ. അപ്പൊ അവിടെ നെഗറ്റീവ് ഉണ്ട്, രണ്ട് പോസിറ്റീവ് ആയിട്ടും വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു, മോചനം കൊടുക്കുന്നു. എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് ഭഗവാനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചുകൂടാ, സ്മരിച്ചുകൂടാ, പ്രവർത്തിച്ചുകൂടാ എന്നാണ്. അപ്പൊ എത്രത്തോളം അനുഗ്രഹമായിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് ആചാര്യന്മാരുടെ ചോദ്യം. ഹരേ കൃഷ്ണ. അപ്പൊ അത്തരം അദ്ദേഹം ഒരു ജന്മം അഥവാ ജീവിവർഗത്തിലേക്ക് തള്ളി ശിക്ഷിക്കും ചിലപ്പോഴും. എന്നാൽ അവർ അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റാരോപണം നിർത്തുമ്പോൾ കൃഷ്ണന്റെ നാമം നിരന്തരം ജപിക്കുന്നത് മൂലം അടുത്ത ജന്മത്തിൽ മോചിക്കപ്പെടും. ഭഗവാനെയോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് ബദ്ധാത്മാവിനെ സംബന്ധിച്ച് ഒട്ടും നന്നല്ല. അപ്പൊ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും എന്ത് പറഞ്ഞാലും ഭഗവാനെ അതിന് അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മള് മോശമായിട്ടുള്ള ചിന്താഗതിയോട്
നമ്മൾ ഭഗവാനെ ദുഷിച്ചു പറയുകയാണെങ്കിൽ നമുക്കതിന്റെ പാപം ചിലപ്പോൾ കിട്ടിയേക്കും എന്നാണ്. ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്കതിന്റെ പാപം കിട്ടിയെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്, ഭഗവാനെ കുറിച്ച് ദുഷിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക, ഭഗവാനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. പക്ഷേ കൃഷ്ണൻ പരമദയാലു ആയതിനാൽ ബദ്ധാത്മാവിന് അവന്റെ പാപകർമ്മങ്ങൾക്കായി ഒരു ജന്മത്തെ ശിക്ഷിക്കുകയും അടുത്ത ജന്മത്തിൽ അവനെ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ദയാലു കരുണാനിധിയാണ് അല്ലെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ രക്ഷിക്കുന്നു എന്നാണ്. തിന്മ ചെയ്യുന്നവരെയും അടുത്ത ജന്മത്തിൽ രക്ഷിക്കാം. മുമ്പ് ഭഗവാന്റെ മഹാഭക്തനായ ചിത്രകേതു മഹാരാജാവായിരുന്ന വിത്രാസുരൻ ഇതിന് സ്പഷ്ടമായ ഉദാഹരണമാണ്. നമ്മൾ 4ാമത്തെ സ്കന്ധത്തിൽ അത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ചിത്രകേതു മഹാരാജാവിന് പാർവതി ദേവിയുടെ ശാപം ലഭിക്കുക, വിത്രാസുരനായിട്ട് ജനിച്ചതും. വിത്രാസുരൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? ആരുമായിട്ടാണ്? ഹരേ കൃഷ്ണ. ഇന്ദ്രൻ. ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തത് അല്ലെ. ദദീജി മഹർഷിയുടെ എല്ലിൽ നിന്ന് വജ്രായുധം ഉണ്ടാക്കി, അത് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചതാണ്. അങ്ങനെ ആ വജ്രായുധത്താൽ വധിക്കപ്പെടുന്നത്. അപ്പൊ വജ്രായുധം ഉപയോഗിക്കാനായിട്ട് അങ്ങോട്ട് പറയുകയാണ് വിത്രാസുരൻ അല്ലേ. ആ വജ്രായുധം ഉപയോഗിച്ച് എന്നെ വധിച്ചോളൂ എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് വധിക്കുന്നു അത്രയും പെട്ടെന്ന് എനിക്ക് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാം എന്നാണ് അവിടെ ആവശ്യപ്പെട്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് 2ാമത്തെ ജന്മം. ആദ്യത്തെ ജന്മത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതാണ്, എന്നാല് അപ്പോഴാണ് ശാപം കിട്ടാനിടയായത്. ഒരഹങ്കാരവും അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് സത്വഗുണത്തിലുള്ളവർക്ക് നമ്മൾ അഹങ്കാരം ഉണ്ടാകുമെന്ന് നമ്മൾ ഭഗവത്ഗീതയെ പഠിച്ചിട്ടുണ്ട്. അതേപോലുള്ള അഹങ്കാരം ഇവിടെ ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം വിത്രാസുരൻ എന്നുള്ള ശാപത്തെ വിത്രാസുരനായിട്ട് മാറിയത്. അപ്പൊ അന്ന് വിത്രാസുരന്റെ ജന്മത്തിൽ അദ്ദേഹത്തിന് മോചനം ലഭിക്കുകയും ചെയ്തു. ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്ന അദ്ദേഹം പരമശിവനെ നിന്ദിച്ചത് മൂലം മിത്രൻ എന്ന അസുരന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് അയാളെ ഭഗവാനിലേക്ക് തിരികെ പോയി. അപ്രകാരം കൃഷ്ണൻ ഒരു അസുരനെയോ ബദ്ധാത്മാവിനെയോ ശിക്ഷിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തെ നിന്ദിക്കുന്നവന്റെ സ്വഭാവം അവസാനിപ്പിക്കുകയും പിന്നീട് ആ ആത്മാവ് സമ്പൂർണമായി പരിശുദ്ധനായി കഴിയുമ്പോൾ അവനെ ഭഗവാനിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. ഭഗവാൻ എന്താണ്, ആരോടും പ്രത്യേകിച്ച് കൂറ് കാണിക്കുന്നില്ല. ഭഗവാൻ എല്ലാവരും തുല്യരാണ്. പിന്നെ ഭക്തന്മാരോട് ചിലപ്പോൾ ഒരു കൂറ് കാണിച്ചെന്നിരിക്കും. മക്കളോട് മാതാപിതാക്കൾ കാണിക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു കൂറ് ചിലപ്പം ഉണ്ടായിരിക്കും. ഇളയ കുട്ടിയോട് കാണിക്കുന്ന ഒരു കൂടുതൽ അടുപ്പം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അതുപോലെയുള്ള ഒരു അടുപ്പം ഭഗവാന് ഭക്തരോട് ഉണ്ടായെന്നിരിക്കാം. പക്ഷെ ഭഗവാൻ എപ്പോഴും പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു കരുണാമയനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആരോടും അസുരന് ദേവൻ എന്നുള്ള വ്യത്യാസമില്ല. ഇതിപ്പോ പരീക്ഷിത്ത് മഹാരാജാവിന് ഉള്ള മറുപടി ആയിട്ടാണ് ഇതെല്ലാം വരുന്നത്. അത് യുധിഷ്ഠിരനെ കോട്ട് ചെയ്തിട്ടാണ് ആ മറുപടി നൽകുന്നത്. ശ്ലോകം 26. തസ്മാത് നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാം സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിത് ന ഈക്ഷതേ പൃഥക്. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിത് ന ഈക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ. വായിച്ചത് നമുക്ക് ഒന്ന് ഏറ്റു ചൊല്ലണ്ടേ? തസ്മാത് വൈരാനുബന്ധേന. ഹരേ കൃഷ്ണ ചൊല്ലിക്കോള്. തസ്മാത് നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിത് ന ഈക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ. ശ്രീജ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഓരോരുത്തരെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. അംബിക കേശവി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. മാലതി ശ്യാമ ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ പ്രഭു മാതാജി. ഹരേ കൃഷ്ണ. രാമേന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിനേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിജയനാണ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷത്ര പൃഥക്. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വത്സല എം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി മാതാജി. ഓം ഹരേ നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശാരദാക്ഷി ഉപാസന ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ ശ്രീകുമാർ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചന ഈക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സാവിത്രി മാതാജി. മാതാജി. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. പ്രണാമം മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഉഷ നായർ മാതാജി.
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വായുജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രത്ന ശശിധരൻ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഓം കൃഷ്ണ. നമോ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ ഉഞ്ചിത് കഥഞ്ചിത് ന ഈക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശാന്താദേവി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ ഉച്ചിത് കഥിഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അനിത ടി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശോഭ വിജയ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥചിത് നശ്യതേ പൃഥക്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതീയമ്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാൽ വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാൽ കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ സി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സുവർണപ്രഭ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുവർണപ്രഭ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ മാതാജി. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, കേൾക്കുന്നുണ്ടായില്ല. ഡോക്ടർ ശ്രീരഞ്ജനി ഹരേ മാതാജി. കൃഷ്ണ മാതാജി. ആ ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കോളൂ. ഇല്ലായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിൻ ഏക്ഷതേ പൃഥക്. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ ടി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വിരജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ പദാനുപദാർത്ഥം ശീലപ്രഭുപാദർക്ക് ജയം. തസ്മാത് അതിനാൽ വൈരാനുബന്ധേന നിരന്തര ശത്രുത മൂലം നിർവൈരേണ ഭക്തിയാൽ. ഇപ്പൊ ഇവിടെ ഏതാണ്? വൈര അനുബന്ധേന നിരന്തര ശത്രുത മൂലം. അടുത്ത് പറയുന്ന ഏതാണ്? നിർവൈരേണ, അതായത് ശത്രുത ഇല്ലാതെ. അപ്പൊ വരുന്നുണ്ട് ഭക്തി. ഭക്തിയാൽ ഭയേന ഭയത്താൽ. അപ്പൊ 3 കാര്യങ്ങളാ: ശത്രുത മൂലം, ഭയം മൂലം, പിന്നെ ഏതാണ്? ഭക്തിയാൽ അല്ലേ? അപ്പൊ അല്ലെങ്കിൽ സ്നേഹാത് സ്നേഹത്തിൽ നിന്ന്, കാമേന ആഗ്രഹങ്ങളാൽ, വാ അല്ലെങ്കിൽ യുഞ്ജാത് ഒരുവൻ ഏകാഗ്രനാകണം, കഥചിന്ത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, അരുത്, ഇക്ഷതേ കാണുന്നു, പൃഥക് മറ്റെന്തെങ്കിലും. അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ?
അപ്പൊ ഒന്നില് വൈരം അനുസരിച്ചായിരിക്കണം, ശിശുപാലനെ കംസനെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരെ പോലെ ഭക്തിയാലായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭയം വരുന്നു. ആരുടെ ഭയമാണ്? കംസന്റെ ഭയം, അല്ലെങ്കിൽ പിന്നെ വേറെ അതേപോലെ ഗോപസ്ത്രീകൾ അല്ലെ, രാസലീലയ്ക്ക് പോകുമ്പോഴുള്ള ഭയം, വീട്ടുകാരെ കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന്, അത് വാത്സല്യമോ പ്രേമരസമോ എന്തോ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, ദുരാഗ്രഹങ്ങളോ. എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ഭഗവാനിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കണം, ഏകാഗ്രനാക്കണം, അനന്യചിന്ത അല്ലെ, ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സ് ഇവിടെ കേന്ദ്രീകരിക്കണം. അങ്ങനെ വരുമ്പോ, അതായത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കണം എന്നാണ് അവിടെ വരുന്നത്. വിവർത്തനം ഭാവാർത്ഥം ശീല പ്രഭാതക്ക് ജയ്. അതിനാൽ ശത്രുതയാലോ ഭക്തിയുടെ സേവനം കൊണ്ടോ ഭയം മൂലമോ വാത്സല്യത്താലോ കാമത്താലോ ഇവയെല്ലാം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകൊണ്ട് മാത്രം, അപ്പൊ ഇതെല്ലാം ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, വാത്സല്യ ഭാവമാകാം, അല്ലെങ്കിൽ മാധുര്യഭാവമാകാം, അല്ലെങ്കിൽ ഭയത്താലാകാം, അല്ലെങ്കിൽ എന്താകാം? ശത്രുതയിലാകാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഭക്തിയുത സേവനത്താലാകാം. അതിന് ഇഷ്ടം പോലെ നമുക്ക് ഭക്തന്മാരുണ്ട് അല്ലെ, ഭക്തിയുത സേവനത്തിന് ഉദാഹരണം ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഏത് രീതിക്കാണെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു ബദ്ധാത്മാവ് തന്റെ മനസ്സ് ഭഗവാനിൽ കേന്ദ്രീകരിക്കുന്ന പക്ഷം ഫലം ഒന്ന് തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പരമാനന്ദപൂർണമായ അവസ്ഥ മൂലം ശത്രുതയോ അല്ലെങ്കിൽ സൗഹൃദമോ ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഇവിടെയും പറയുന്നത് ഭഗവാൻ എന്താണ്? ആരോടും പ്രത്യേകമായിട്ട് കൂറ് കാണിക്കുന്നില്ല. ശത്രുവാണോ മിത്രമാണോ, അല്ലെങ്കിൽ അതേപോലെ വാത്സല്യ ഭാവത്തിലുള്ളവരാണോ, പ്രേമഭാവത്തിലുള്ളവരാണോ, അല്ലെങ്കിൽ ധനം മോഹിക്കുന്നവരാണോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഭഗവാനില്ല. എല്ലാവരെയും ഭഗവാൻ ഒരുപോലെ കാണുന്നു. കാരണം അദ്ദേഹം ആരാണ്? പരമാനന്ദ പൂർണ്ണനാണ്. അപ്പൊ അത് കാരണം വ്യത്യാസം ഇല്ല. എല്ലാ ബദ്ധാത്മാക്കളെയും ഒരുപോലെ കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: അനുകൂലമായ പ്രാർത്ഥനയാലോ പ്രതികൂലമായ നിന്ദയാലോ കൃഷ്ണൻ ബാധിക്കപ്പെടാത്തതിനാൽ ഭഗവാനെ അവഹേളിക്കാമെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് ആരും നിർണയിക്കരുത്. അപ്പൊ നമ്മൾ എന്താണ്, ഇത് ഭഗവാനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് നമുക്കെന്നാ ഭഗവാനെ കുറച്ച് മോശമായിട്ടുള്ള, നമ്മൾ സാധാരണ പറയുന്ന പോലെ തെറി വിളിക്കാം എന്ന്. അപ്പൊ ചിലര് ഭഗവാനെ അങ്ങനെ അവഹേളിക്കും അല്ലെ, മോശമായിട്ട് സംസാരിച്ച്, ശിശുപാലനെ പോലെയൊക്കെ. അപ്പൊ നമ്മൾ ആരും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഭഗവാനെ അത് ബാധിക്കത്തില്ല, പക്ഷെ നമ്മളെ ബാധിക്കാം. അത് ചെയ്യുന്നവരെ അത് ബാധിക്കും. ചില ശിശുപാലൻ വരെ എക്സെപ്ഷണൽ കേസായിരുന്നു. കാരണം എന്താണ്? ജയവിജയന്മാരിൽ ഒരാളായിരുന്നത് കൊണ്ട്, അത്രയ്ക്ക് ഭക്തനായിരുന്നു എന്നതുകൊണ്ടാണ്, കഴിഞ്ഞ ജന്മത്തില് ഭക്തനായിരുന്നു എന്നതുകൊണ്ടാണ് ശിശുപാലനെ ഒഴിവാക്കുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്താല് നമുക്കതിന്റെ പാപഫലം ലഭിക്കാം. അവഹേളിക്കാമെന്ന്, ഭഗവാനെ ഇത് ബാധിക്കത്തില്ല എന്ന് കണ്ട് ഭഗവാനെ നമുക്ക് ചീത്ത വിളിക്കാമെന്ന് നമ്മൾ കരുതരുത് എന്നാണ് പറയുന്നത്. ക്രമീകൃത തത്വം ഇതെല്ലാം ആനുകൂലേന കൃഷ്ണാനുശീലനം. അതായത് പറയാം. ഹരേ കൃഷ്ണ ശ്ലോക ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഭക്തിരസാമൃത സിന്ധുവിൽ പഠിച്ചത്. ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമ അല്ലെ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ അനുകൂലേന കൃഷ്ണാനുശീലനം. അപ്പൊ ഭക്തിയോഗം എന്നാൽ അതാണ്. അതായത് എന്താണ്? ഭഗവാനെ പോസിറ്റീവായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. പാടില്ല? പ്രതികൂലമായിട്ട് ചിന്തിക്കേണ്ട, അനുകൂലമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ സേവിക്കണം. ഇതാണ് യഥാർത്ഥ ഉത്തരവ്. അപ്പൊ ഏതിൽ പറയുന്ന ക്രമീകൃത തത്വം അനുസരിച്ച് നമ്മൾ എന്താണ് വേണ്ടത്? ശിശുപാലനെ പോലെയോ ദന്തവക്രനെ പോലെയോ കംസനെ പോലെയോ ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. പിന്നെ ഏതായിട്ടാ വേണ്ടത്? ഭഗവാന് അനുകൂലമായിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയായിരിക്കണം ഭഗവാനെ കുറിച്ച് നമുക്ക് വേണ്ടത്. കൃഷ്ണന്റെ ഒരു ശത്രു കൃഷ്ണനെ പ്രതികൂലമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും അത്തരം പ്രതികൂലമായ സേവനം കൃഷ്ണനെ ബാധിക്കയില്ലെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്രകാരം
അദ്ദേഹം ശിശുപാലനും അതുപോലുള്ള ശത്രുതയുള്ള മറ്റു ബദ്ധാത്മാക്കൾക്ക് പോലും അനുഗ്രഹങ്ങൾ നൽകുന്നു. എല്ലാ അസുരന്മാരും ഭഗവാനെ വധിക്കാനായിട്ട് വന്ന എല്ലാ അസുരന്മാർക്കും നൽകിയ മോചനം നൽകുകയുണ്ടായി അല്ലേ. അപ്പൊ അതുപോലെയാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃന്ദാവനത്തിൽ ഭഗവാൻ കൂടുതൽ കാരുണ്യമയനാണ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. എന്നാൽ ഒരുവന് ഭഗവാനോട് ശത്രുത ഇല്ലാതാകാമെന്ന് ഇതർത്ഥമാക്കുന്നില്ല. അനുകൂലമായ ഭക്തിയുടെ സേവനത്താലാണ് അതിനാണ് ഊന്നൽ നൽകുന്നത്. മനഃപൂർവ്വമുള്ള ഭഗവത് നിന്ദയ്ക്കല്ല ഇങ്ങനെ പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താണ് മനഃപൂർവ്വം ഭഗവാനെ നിന്ദിക്കുകയല്ല വേണ്ടത്. പിന്നെന്താ ചെയ്യണം? അനുകൂലമായിട്ടുള്ള ഭക്തിയുടെ സേവനം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിവിടെ പറയുന്നു, നിന്ദാം ഭഗവത് ശൃണ്ണം തത്പരസ്യ ജനസ്യവ തതോ ന അപൈതീയാഹ സ്വ അപി യാതി അധഃ സുഹൃതാച്യുത തെറ്റുപറ്റാത്ത അച്യുതൻ അല്ലെ. അപ്പൊ ച്യുതി എന്ന് പറയുന്നത് തെറ്റുപറ്റുന്നു എന്നുള്ളത്. ഭഗവാനെയോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേൾക്കുന്ന പക്ഷം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഒരുവൻ അപ്പോൾ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുകയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ തക്ഷണം സ്ഥലം വിടുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവൻ ശാശ്വതമായ നരകത്തിൽ തള്ളപ്പെടും. അത്തരം ധാരാളം വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അംഗീകൃത തത്വം എന്ന നിലയിൽ ആരും ഭഗവാന് പ്രതികൂലമാകരുത്, മറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ ചായ്വ് ഉള്ളവനായിരിക്കണം. നമ്മൾ ഇത് പഠിച്ചു. പിന്നെ ഇതാണ് ഭഗവാനെ നിന്ദിക്കുന്നിടത്ത് കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട്. എന്താണ് ഭഗവാനെ നിന്ദിക്കുന്നത് കേട്ട് ഒരു ഭക്തൻ അവിടെ നിൽക്കാൻ പാടില്ല. ഒന്നുകിൽ അതിന് എതിർത്ത് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥലം വിടണം, പിന്നെ അല്ലെങ്കിൽ മരണം വരിക്കണം എന്ന് വരെ അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണെങ്കിലും അത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ചെവിക്കൊള്ളാതെ നിൽക്കരുത് എന്നാണ്, പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഭക്തൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും ഭഗവാനെ നിന്ദിക്കുകയാണെങ്കിൽ അതിന് അത് ശരിയായിട്ട് നമ്മൾ പ്രതികരിക്കണം. ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. തൽക്ഷണം ആ സ്ഥലം വിടണം, അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കണം. എന്നിട്ട് ഭഗവാന് എന്താണ് ഭഗവാനാണ് എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കണം. അല്ലെങ്കിൽ എന്താണ് അതേപോലെ അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകണം എന്നാണ്. അത് ഇതിലെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നരകത്തിൽ തള്ളപ്പെടും. അതായത് ഭഗവാനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം നമ്മൾ കേട്ടു നിന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും. നമ്മൾ പാപം ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പൊ നമുക്ക് പാപഫലം അനുഭവിക്കേണ്ടി വരും. അത്തരം ധാരാളം വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അംഗീകൃത തത്വം എന്ന നിലയിൽ ആരും ഭഗവാന് പ്രതികൂലമായിട്ട് സംസാരിക്കരുത്, മറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ ചായ്വുള്ളവനായിരിക്കണം. ശിശുപാലൻ പരമപുരുഷനുമായി ഏകത്വം പ്രാപിച്ച സംഭവം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ വൈകുണ്ഠത്തിന്റെ ദ്വാരപാലകനായിരുന്ന വിജയനും ജയനും അവരുടെ ഭൗതിക അസ്തിത്വത്തിന്റെ ആരംഭം മുതൽ തന്നെ 3 ജന്മങ്ങളിലേക്ക് ഭഗവാനോട് ശത്രുത പുലർത്താനും അവസാനം ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാനും വിധിക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ 4 കുമാരന്മാർ അതവര് ശപിച്ചപ്പോ 3 ജന്മം അവർ ഭൂലോകത്ത് ജനിക്കും, അസുരവർഗത്തിൽ ജനിക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭഗവാനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ അവരുടെ 3ാം ജന്മമായിരുന്നു ശിശുപാലനായിട്ടും ദന്തവക്രനായിട്ടും. അപ്പൊ അവർക്ക് ഭഗവാന് തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അവർ ചോദിച്ച ഭഗവാനോട് ആവശ്യപ്പെട്ടിരുന്നത് എവിടെയാണെങ്കിലും ഏത് തരം ജീവിതമാണെങ്കിലും ഭഗവാനെ സ്മരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമായിരുന്നു അവർ ചോദിച്ചിരുന്നത് അല്ലെ. അത് മാത്രമാണ് അനുഗ്രഹം അവർ ചോദിച്ചിരുന്നത്. ആ അനുഗ്രഹം ഭഗവാൻ നൽകുകയും ചെയ്തു. അപ്പൊ ഇവിടെ വന്നപ്പോ ശത്രുത രീതിയിൽ ആണെങ്കിലും ഭഗവാനെ അവർ ഏത് നേരവും സ്മരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശത്രുഭാവത്തിലാണെങ്കിലും അവർക്ക് മോചനം നൽകേണ്ടതാണ്. പിന്നെ അതെന്താണ്? ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നതായിരുന്നു അല്ലേ. അപ്പൊ അതനുസരിച്ച് ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ചാണ്, ഇവിടെ ഇച്ഛ അനുസരിച്ചായിരുന്നു അവർ ഈ ഭൂലോകത്ത് എത്തിയത് തന്നെ. അപ്പൊ അവർക്ക് തിരിച്ചു പോകേണ്ട സമയവുമായിട്ടുണ്ട്. കൃഷ്ണൻ ഭഗവാനാണെന്ന് ജയനും വിജയനും ആന്തരികമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും
ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ മനഃപൂർവ്വം കൃഷ്ണന്റെ ശത്രുക്കളാവുകയായിരുന്നു അവർ. അപ്പോൾ ശുദ്ധഭക്തന്മാരായതുകൊണ്ട് അവരുടെ മുൻ ജന്മം ഏതുപോലെ ഭരത മഹാരാജാവിനെ പോലെ അല്ലെ, മാനായപ്പോഴും ജഡഭരതനായപ്പോഴും ഒക്കെ ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു? ഞാൻ ഭരത മഹാരാജാവായിരുന്നു, ഞാൻ അങ്ങേയറ്റത്തെ ഭക്തനായിരുന്നു, എനിക്ക് വന്ന വീഴ്ച എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് സ്മരിക്കാൻ സാധിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെയും എന്താണ്, ഇവർക്ക് അവരാരായിരുന്നു എന്നുള്ള സ്മരണ അവർക്കുണ്ടായിരുന്നു. തന്നെ ഇവിടെ നിന്ന് മോചനം കിട്ടാനായിട്ട് അവർ ശത്രു ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. ജീവിതത്തിന്റെ ആരംഭം മുതൽക്കേ അവർ കൃഷ്ണനെ കുറിച്ച് ശത്രുതയോടെ വിചാരിച്ചു തുടങ്ങി. പക്ഷെ അതിനിടയിലും അവർ കൃഷ്ണന്റെ ദിവ്യനാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പം കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്നു അല്ല, ശത്രുഭാവത്തിലാണെങ്കിലും കൃഷ്ണൻ കൃഷ്ണൻ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണന്റെ ദിവ്യനാമം ജപിച്ചതിനാൽ അവർ പരിശുദ്ധീകരിക്കപ്പെട്ടു. ഭഗവാനെ നിന്ദിക്കുന്നവന് പോലും അദ്ദേഹത്തിന്റെ ദിവ്യനാമം ജപിക്കുന്നതിലൂടെ മോചിതനാകാൻ കഴിയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്താണ്, ഭഗവാന്റെ നാമം എപ്പോഴും ഉച്ചരിക്കുകയും സ്മരിക്കുകയും ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഈ ഭൗതിക സമുദ്രത്തിൽ നിന്നും അല്ലെ, സംസാര സാഗരത്തിൽ നിന്ന് മോചിതരാകാനായിട്ട് നമുക്ക് സാധിക്കാം. തീർച്ചയായും അതിനാൽ ഭഗവത് സേവനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ഭക്തന് മോചനം ഉറപ്പാണ്. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ പെടുന്ന ഒരു ഭക്തൻ എന്താണ്, ഉറപ്പായും ഈ ഭൗതിക സംസാര ലോകം കടന്നു പോകും എന്നുള്ളതാണ്. അടുത്ത ശ്ലോകത്തിൽ നിന്ന് ഇത് വ്യക്തമാകും. കൃഷ്ണനിൽ നിമഗ്നമായ ശ്രദ്ധ ഉറപ്പിക്കുന്നതിലൂടെ ഒരുവൻ ശുദ്ധീകരിക്കപ്പെടുകയും ഇപ്രകാരം ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുകയും ചെയ്യും. അപ്പോൾ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചിങ്ങോട്ട് വരണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു മുക്തി ലഭിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ്. ഭയം മൂലം എന്ന അർത്ഥം വരുന്ന ഭയേന എന്ന വാക്ക് ശ്രീലം വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ വളരെ ഹൃദ്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിന് ഗോപികമാർ രാത്രിയുടെ നിബിഡ അന്ധകാരത്തിലും കൃഷ്ണന്റെ സമീപത്തേക്ക് പോകുമ്പോൾ അവരുടെ ബന്ധുക്കളാൽ, ഭർത്താക്കന്മാരാലും സഹോദരന്മാരാലും പിതാക്കന്മാരാലും തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന് ഭയന്നിരുന്നു. എന്നിട്ടും ബന്ധുക്കളെ ശ്രദ്ധിക്കാതെ അവർ കൃഷ്ണന്റെ സമീപത്തേക്ക് പോയി. അവർക്ക് നിശ്ചയമായും ഭയമുണ്ടായിരുന്നു. എന്നാൽ ആ ഭയത്തിന് കൃഷ്ണന് വേണ്ടിയുള്ള അവരുടെ ഭക്തിയുടെ സേവനം തടയാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മളും എന്താ ഉദ്ദേശിക്കുന്നത്, ഭയം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റണം എന്നാണ് ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നമ്മളെ ഉപദേശിക്കുന്നത്. ആരാണ്? ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എപ്പോഴും എന്താണ്, സ്വതന്ത്രയല്ല ഒരിക്കലും അല്ലെ. അപ്പം യുവതിയാകുമ്പോ ഭർത്താവ്, പിന്നെ ഇതാണ് അതേപോലെ തന്നെ ചെറുപ്പകാലത്ത് കുഞ്ഞായിരിക്കുമ്പോ പിതാവിന്റെ അഭാവത്തിൽ സഹോദരന്മാര്, അവരെപ്പോഴും ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കും, ഒരു സ്ത്രീയെ സംരക്ഷിക്കും അല്ലെ. ഒരിക്കലും അവർ സ്വതന്ത്രയല്ല എന്ന് പറയുന്നത് അവരുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് ഉറപ്പാക്കാനാണ് സ്വതന്ത്രയല്ല എന്നുള്ള ഒരു വാക്ക് മനു ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനുസ്മൃതിയിലാണ് വരുന്നത് അല്ലെ. സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എപ്പോഴും ഒരു സ്ത്രീ സമൂഹം അങ്ങനെ ആയതുകൊണ്ട് സമൂഹത്തിലെ നീചജനങ്ങളിൽ നിന്ന് സ്ത്രീയെ എപ്പോഴും സംരക്ഷിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ സ്വതന്ത്ര അല്ല എന്നുള്ള വാക്കർത്ഥം അല്ല ഉദ്ദേശിക്കുന്നത്, അതിലെ ഭാവാർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഏതാണ്, മാധുര്യ രസത്തിലുണ്ടായിരുന്ന ഗോപികമാർ ഇവരെ എല്ലാം ഭയന്നിട്ടും എന്തു ചെയ്ത്, ഭഗവാന്റെ സേവനം, ഭക്തിയുടെ സേവനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഭയം അവരെ തടഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭയം ഉണ്ടായിട്ടും അവർ ഭഗവാനും ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് രാത്രിയിൽ എത്തിച്ചേർന്നിരുന്നു എന്നാണ്. അപ്പൊ ആചാരങ്ങളെയൊക്കെ തള്ളിക്കളയാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. അപ്പൊ നമുക്കിവിടെ തടസ്സങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആരും മറക്കരുത്, ഭഗവാനെ മറക്കരുത്. ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് കഴിയണം. എങ്കിലേ നമുക്ക് ഈ ജന്മം കൊണ്ട് നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്ന ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുക, വീണ്ടും ഒരു ജനന മരണം
ഉണ്ടാകാതെ നോക്കാനാണ് അതിന് നമുക്ക് സാധിക്കണം. അപ്പം ഭയം നമ്മൾ തീരെ ഇല്ലാതാക്കിയിട്ട് ഭക്തിയുടെ സേവനം ചെയ്യണം, തടസ്സങ്ങളെയൊക്കെ മാറ്റിയെടുക്കണം എന്നാണ്. ശിശുപാലന്റേത് പോലുള്ള ശത്രുതാ മനോഭാവത്തോട്, ഇത് മാധുരി രസമാണ് പറഞ്ഞത്. ഇവിടെ ഏതാണ് ശത്രുതാ മനോഭാവത്തെ കുറിച്ചാണ്. കൃഷ്ണനെ ആരാധിക്കുവാനെന്ന് ഒരുവൻ തെറ്റായി ചിന്തിക്കരുത്. അപ്പൊ അതാണ് നമ്മൾ ശിശുപാലനെ മാതൃകയാക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. വിധിപ്രകാരം ആനുകൂലസ്യ ഗ്രഹണം പ്രാതികൂലസ്യ വർജനം എന്നാണ് പറയുന്നത്. ഭക്തിയുടെ സേവനത്തിൽ ഒരാൾ അഹിതമായവ വർജിക്കുകയും ഹിതകരമായവ മാത്രം സ്വീകരിക്കുകയും ചെയ്യണം. അപ്പൊ ഇവിടെ ശിശുപാലന്റെ ശത്രു മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? അഹിതമായത്, നമുക്ക് ഹിതകരമായിട്ടുള്ളതല്ല, നല്ലതല്ലാത്ത കാര്യമാണ്. അതിനെ നമ്മൾ ഉപേക്ഷിക്കുകയും നല്ലതായിട്ടുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ്. പൊതുവെ ഭഗവാനെ നിന്ദിക്കുന്ന ഒരുവൻ ശിക്ഷിക്കപ്പെടും. അത് നമ്മൾ നേരത്തെ കേട്ടതാണ്. ഭഗവത്ഗീത 16:19 ഭഗവാൻ പറയുന്നുണ്ട്, താനഹം ദിഷിത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജശ്രം അശുഭാൻ ആസ്വരീശ്വ ഏവ യോനിഷു. അത്തരം ധാരാളം വിലക്കുകളുണ്ട്. ഒരുവൻ അനുകൂല ഭാവത്തിലല്ലാതെ കൃഷ്ണനെ ആരാധിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരുവൻ വീണ്ടും പവിത്രീകരിക്കപ്പെടാൻ കുറഞ്ഞത് ഒരു ജീവിതത്തിലേക്കെങ്കിലും ശിക്ഷിക്കപ്പെടും. നേരത്തെ നമ്മൾ വായിച്ചതാണ്. എന്താണ്? ഒരു ജീവിതത്തിലെങ്കിലും എന്താണ് അടുത്ത ജന്മം എന്തായിട്ട് വരും? മോശമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കും. ആ ജീവിതം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മോചനത്തിനുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഈ ജീവിതം മോശമായിട്ടാണെങ്കിൽ അടുത്ത ജീവിതം, ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് അതിനുള്ള ശിക്ഷ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ അതിൽ നിന്നും മോചിതരായി നല്ല ജീവിതത്തിൽ ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് മോചനം നേടാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ജന്മമെങ്കിലും അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ ബാക്കിയുള്ള ജീവിതമെങ്കിലും നമുക്ക് എന്താണ് ദുരിതം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ ഒരു ശത്രുവിനെയോ കടുവയെയോ സർപ്പത്തെയോ ആലിംഗനം ചെയ്ത് കൊല്ലപ്പെടാൻ ശ്രമിക്കാത്തത് പോലെ ഭഗവാനെ നിന്ദിച്ച് അദ്ദേഹത്തിന്റെ ശത്രുവായി തീർന്ന നരകീയ ജീവിതത്തിലേക്ക് എറിയപ്പെടരുത്. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, ആരെങ്കിലും കടുവയൊക്കെ സർപ്പത്തെയൊക്കെ അതിന്റെ അടുത്ത് പോയാൽ തന്നെ നമുക്ക് അതിന്റെ കടി കിട്ടും അല്ലെ. അങ്ങനെ വരുമ്പോ അതിനെ ആലിംഗനം ചെയ്യുന്നത് നമ്മൾ സ്വയം കൊല്ലാനായിട്ട് നിന്ന് കൊടുക്കുന്നത് പോലെയാണ്. അപ്പൊ ഭഗവാനെ നിന്ദിക്കുമ്പോ നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് മോചനം കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോ അടുത്ത ജന്മവും മോശമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ നമ്മൾ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് മോചനം ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ശത്രുവായി തീർന്ന് നരക ജീവിതത്തിലേക്ക് എറിയാനായിട്ട് നമ്മൾ സ്വയം നിന്ന് കൊടുക്കരുത് എന്നാണ്. അപ്പൊ നമ്മളെല്ലാം ആലോചിച്ച് കണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതം. വിവേക ബുദ്ധിയോടെ നമുക്ക് തന്നിരിക്കുന്നതാണ് മനുഷ്യ ജീവിതം. മനുഷ്യന് മാത്രമേ വിവേക ബുദ്ധി അല്ലെ, ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ ആ വിവേക ബുദ്ധി നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ഈ ജന്മം തന്നെ നല്ല ഒരു ജീവിതമാക്കി മാറ്റി ഭഗവാന് സേവ ചെയ്ത് നമുക്ക് മോചനം നേടാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ശത്രുവിനെ പോലെ മോചനം സാധ്യമാണെന്നും ആകയാൽ അദ്ദേഹത്തിന്റെ മിത്രത്തിന്റെ കാര്യം പറയേണ്ടതില്ലെന്നും ഊന്നൽ നൽകുകയാണ് ഈ ശ്ലോകത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മള് നെഗറ്റീവായിട്ട് ചിന്തിച്ചവർക്ക് പോലും ഇവിടെ മോചനം കിട്ടി. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് എത്ര എളുപ്പത്തിൽ മോചനം ലഭിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ ശിശുപാലന് മോചനം കിട്ടി. അതേപോലെ തന്നെ ഭഗവാനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച ഗോപികമാർക്ക് അപ്പൊ എത്രത്തോളം വാത്സല്യമായിരിക്കും, കരുണയായിരിക്കും ഭഗവാനിൽ നിന്ന് കിട്ടിയതെന്ന് നമ്മൾ ഊഹിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വഴി എളുപ്പമായിട്ട് തീരും. തടസ്സങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ പാതയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഭഗവാനെ നിന്ദിക്കുന്ന ഒരുവന് അവന്റെ പിതാമഹന്മാർക്കൊപ്പം നരകീയ ജീവിതത്തിലേക്ക് പോകേണ്ടി വരുമെന്നതിനാൽ ഒരുവൻ മനസാ വാചാ കർമ്മണ വിഷ്ണു ഭഗവാനെ നിന്ദിക്കരുതെന്ന് ശ്രീല മാധവാചാര്യനും പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ നരസിംഹാവതാരത്തിൽ നമ്മൾ കേട്ട് പാപിയായിട്ടുള്ള പിതാവിന് ഹിരണ്യകശിപുവിന്റെ
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാപത്തിൽ നിന്ന് മോചനം നൽകണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായ പ്രഹ്ലാദ മഹാരാജാവ് അല്ലെ. അപ്പൊ പറഞ്ഞതെന്താണ്? 21 തലമുറ മുമ്പും പിമ്പുമായിട്ട് 21 തലമുറ നിന്റെ കുടുംബക്കാർക്ക് എന്ത് കിട്ടത്തില്ല? പാപം ഉണ്ടാവില്ല, അവരെല്ലാം പാപമോചിതരായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ നമ്മുടെ പരമ്പരയ്ക്ക് തന്നെ നന്മയായിട്ട് വരും, അനുഗ്രഹമായിട്ട് വരും. അതേസമയം നമ്മളൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ പിതാമഹന്മാർ തുടങ്ങിയവർക്കും അതേപോലെ വരുന്ന തലമുറകൾക്കും മുൻ തലമുറയ്ക്കും വരുന്ന പിൻതലമുറയ്ക്കും ഒരേപോലെ ദോഷം ചെയ്യും എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആരെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ദോഷ്യമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് ദോഷം വരണം എന്ന തരത്തിൽ ചിന്തിക്കുക. പിന്നെ നമ്മൾ വാക്കാണ് കൂടുതൽ ആളുകളെ ഹർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ സംസാരിക്കണം. അപ്പൊ ചിലര് അവനൊരു അടി അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നത്തില്ല, പക്ഷെ അവന്റെ വാക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അഹിംസയാണ് അല്ലെ, മനസ്സാ വാച കർമ്മണ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ആരെയും വിഷമിപ്പിക്കരുത്, അതാണ് ഹിംസിക്കരുത്. അപ്പൊ നമ്മൾ അഹിംസയിലൂടെ ആയിരിക്കണം ഇവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതേപോലെ ഈ മനസ്സാ വാച കർമ്മണ വിഷ്ണു ഭഗവാനെ നിന്ദിക്കരുതെന്നാണ് മാധ്വാചാര്യരും പറയുന്നത്. കർമ്മണ മനസ്സാ വാചായോ ദിശ്യാത് വിഷ്ണു അവ്യയം മജ്ജന്തി പിതരസ്തസ്യ നരകേ ശാശ്വതി സമാഹ. അപ്പൊ നരകത്തിൽ പോകും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഭഗവാനെ കുറിച്ചുള്ള നിന്ദയുണ്ടായാൽ നമ്മൾ നരകത്തിൽ പോകും. ഭഗവത്ഗീത 16:19 ഇത് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. പറയുന്നു, താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജുതം അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു ആസുരീം യോനിമാപന്ന മൂഢാൻ ജന്മനി ജന്മനി മാം അപ്രാപേവ കൗന്ദേയ തതോ യാന്തി അധമാഗതി അല്ലെ. ഇത് നമ്മൾ നേരത്തെ കേട്ട ഈ സാധുക്കളും ദുർബുദ്ധികളും എല്ലാം എന്ത് ചെയ്യുന്നു? ആസുരയോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു, അനേകം തവണ ജന്മം എടുക്കേണ്ടി വരുന്നു, അവരൊന്നും ഒരിക്കലും എൻ്റെ അടുത്ത് എത്തുകയില്ല, ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു മനുഷ്യജന്മത്തിൽ തന്നെ വിവേക ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് ജനിച്ചിട്ട് നമ്മൾ വിവേകശൂന്യനായ മനുഷ്യനാകുന്നതും അല്ലെങ്കിൽ ആസുര ഗുണമുള്ളവരായി പോകുന്നതും അതിനും താഴ്ന്ന ജീവി വർഗങ്ങളായിട്ട് പോകുന്നത് മൃഗവും അല്ലെങ്കിൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ അല്ലെ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ജനിക്കുന്നതും തമ്മിൽ വ്യത്യാസം. അപ്പൊ ചെറിയ തലത്തിലേക്ക് നമ്മൾ ജനിച്ചാൽ പിന്നെ ഉയർന്ന് മനുഷ്യജന്മം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. കാരണം എന്താണ്? അവർക്കൊന്നും വിവേക ബുദ്ധിയില്ല അല്ലെ. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ മോചനം അസാധ്യമാകാം. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല അവസ്ഥയാണ് നമ്മൾ ഇപ്പോഴും എത്തിയിരിക്കുന്നത്. ഈ മനുഷ്യജന്മത്തില് വിവേക ബുദ്ധി യഥാർത്ഥത്തിൽ ഉപയോഗിച്ച് നമുക്ക് ഭഗവാന് സേവനം നടത്തി ഭഗവത്ധാമത്തിലേക്ക് അല്ലെങ്കിൽ ജന്മമരണ ചക്രത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് സ്വാതന്ത്ര്യം നേടേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഇവിടെ നിർത്താം അല്ലേ. ഹരേ കൃഷ്ണ. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചെയ്യാം. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാന പാവനേഭ്യോ